ഗായ്സ്, നിങ്ങൾ കൊല്ലംകാരാണെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ടും കണ്ടിരിക്കണം. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ആശ്രമ മൈതാനത്താണ്. ഇവിടെ ഇപ്പോൾ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. പിന്നെ ഇവിടെ കൊല്ലം ഫുള്ള് ഓണം വൈബാക്കി അലങ്കരിച്ച് വെച്ചേക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭംഗി ആസ്വദിക്കാൻ പറ്റും. അപ്പം നമുക്ക് എല്ലാം ചടയെന്ന് പറഞ്ഞു അല്ല എങ്ങനെയെങ്കിലൊക്കെ പോയി കണ്ടിട്ട് വരാം. നമ്മൾ വരുമ്പോൾ സൈഡിൽ തന്നെ കുറെ തിന്നാതേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ? ഞാൻ ഇതൊന്നും കഴിക്കത്തില്ല, അതുകൊണ്ട് നമുക്ക് വാങ്ങിക്കാം. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്ക് വെക്കപ്പെടല്ലേ? അതെ അതെ. പിന്നെ നമ്മുടെ ചിരവയുടെ ചെറിയ സാധനം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ വാങ്ങിച്ചോണ്ട് വന്നാലും വലിയ ഉപയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കാൻ നിന്നില്ല. പിന്നെ ഞാൻ ഒരു നാഗവല്ലിയായിട്ട് മാറുകയായിരുന്നു. എൻ്റെ പൊന്നെ, 50-100 രൂപയ്ക്കൊക്കെ എന്തോ ഒരു കളക്ഷൻ ആയിരുന്നു എന്നറിയാമോ? നാഗവല്ലിയുടെ ആഭരണങ്ങളൊക്കെ കാണണ്ടേ? മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. വായനാശീലമുള്ളവരാണെങ്കിൽ ഇഷ്ടം പോലെ പുസ്തകങ്ങളും വായിക്കാനായിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ കുറേ ഡ്രസ്സുകൾ, പിന്നെ 10 രൂപ പാത്രം, 40 രൂപ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ, പിന്നെന്താ ഇതേപോലുള്ള അൽക്കുരത്ത് സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും എല്ലാം പോയേക്കുന്നു നോക്കിയൊക്കെ ചെയ്തു. നമ്മൾ നോക്കിയാൽ മതിയല്ലോ, വാങ്ങിക്കാറണമെന്ന് നിർബന്ധമില്ലല്ലോ. ഈ സാധനം കണ്ടപ്പോൾ മറ്റേ എനിക്ക് അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ കേട്ടോ, മജീം പൂമ്പ. നമ്മളിപ്പം കയറിയ സ്ഥലം ടിക്കറ്റ് ഒന്നും എടുക്കണ്ടായിരുന്നു കേട്ടോ, മറ്റേ ഓണമേളയായിരുന്നു. ഇതേപോലെ തന്നെ വേറെയും 2-3 ഓണമേളകൾ ഉണ്ടായിരുന്നു. ഏകദേശം എല്ലായിടത്തും ഒരേ സാധനങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. ഈ വമ്പിച്ച വിലക്കുറവ് എന്നൊന്നും തോന്നിയില്ല, അത്യാവശ്യം വിലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലത്ത് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. ഇങ്ങനെ ഓരോ സെക്ഷനായിരുന്നു, 179 രൂപ മാത്രം അങ്ങനെയൊക്കെ. പിന്നെ ഈ 29-99 രൂപ എന്നൊക്കെ പറഞ്ഞ് തുണികൾ വരുമ്പോൾ അത്രയും ക്വാളിറ്റി ഉണ്ടാകത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം കണ്ണാടിയൊക്കെ ഇട്ട് ഷോ ചെയ്ത്. പിന്നെ ഇതായിരുന്നു മെയിൻ ഹൈലൈറ്റ്, പാരഡൈസ് എന്തൊന്നുമായിരുന്നു സംഭവത്തിൻ്റെ പേര് കേട്ടോ. അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ പുറത്ത് നിന്ന് കുറച്ച് ഷോ കാണിച്ചിട്ട് ഇനി പോരുന്നു. അകത്ത് കുറേ റൈഡുകളൊക്കെ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു കയറാതെ. പിന്നെ നാഷണൽ ബേർഡിൻ്റെ കൂടെ നിന്ന് ഞാനൊരു ഫോട്ടോയൊക്കെ എടുത്ത്. പിന്നെ അതൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് എൻജോയ് ഒക്കെ ചെയ്തിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്ന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.